കേരളം പിടിക്കുവാൻ സർവ്വസന്നാഹങ്ങളും തയ്യാറാക്കി പടപ്പുറപ്പാടിനൊരുങ്ങുകയാണ് ബി.ജെ.പി. ഏറെക്കുറെ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന്റെ അടുത്ത ലക്ഷ്യം ദക്ഷിണേന്ത്യയാണ്. ദക്ഷിണേന്ത്യയിൽ തന്നെ കേരളവുമാണ്. അതിന്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് പുതിയ സംസ്ഥാന അധ്യക്ഷന് നിയോഗിച്ചത് തന്നെ. കെ സുരേന്ദ്രനിൽ നിന്നും രാജീവ് ചന്ദ്രശേഖരനിലേക്ക് സംസ്ഥാനത്തെ ബി.ജെ.പിയുടെ കിരീടവും ചെങ്കോലവും കൈമാറുമ്പോൾ ദേശീയ നേതൃത്വത്തിന് ലക്ഷ്യങ്ങൾ ഏറെയാണ്. ആ ലക്ഷ്യങ്ങളിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് ഏതു വിധേനയും സംസ്ഥാനത്തിന്റെ ഭരണം കൈയടക്കുക എന്നതാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് നടന്നില്ലെങ്കിലും അധികം വൈകാതെ കേരളത്തെ കീഴടക്കുക എന്നതാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. എല്ലാ കാലത്തും സംഘപരിവാർ രാഷ്ട്രീയത്തെ എതിർത്തിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. ഇവിടുത്തെ സാമുദായിക സംഘടനകളും സാംസ്കാരിക മുന്നേറ്റങ്ങളും എല്ലാം ബി.ജെ.പിയെ ഒരേപോലെ എതിർത്തിട്ടുള്ളതാണ്. എന്നാൽ ഇന്ന് കാര്യങ്ങളൊക്കെ മാറി. പലയിടത്തും ബി.ജെ.പിക്ക് സ്വീകാര്യത ലഭിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് എങ്ങനെയാണ് ബി.ജെ.പി. ചേക്കേറിയത്, അതേ നിലയിൽ തന്നെ കേരളത്തിലും അവർക്ക് കാര്യങ്ങൾ എളുപ്പമായി തുടങ്ങിയിരിക്കുന്നു. മുനമ്പം വിഷയത്തെ കൃത്യമായി ഉപയോഗിച്ചത് ബി.ജെ.പി. ആണെന്ന് നിസ്സംശയം പറയാം. ഏതായാലും ഇപ്പോഴുള്ള ഹൈപ്പ് കളയാതെ അധികാരത്തിലേക്ക് എത്തുവാനുള്ള പുതുവഴികൾ തേടുകയാണ് ബി.ജെ.പി. ഇതിനായി കേരളത്തിൽ ഷാഡോ ക്യാബിനറ്റ് രൂപീകരിച്ച് പ്രവർത്തനം സജീവമാക്കാൻ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം തീരുമാനമെടുത്തതായി സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖറാണുള്ളത്. ആഭ്യന്തര വകുപ്പ് മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണെന്നാണ് സൂചന. വനിതാ ശിശുക്ഷേമം ശോഭ സുരേന്ദ്രനും റോഡ് വികസനം പി.കെ. കൃഷ്ണദാസിനും നൽകിയെന്നും അറിയുന്നു. സംസ്ഥാനത്ത് ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിന്റെ പരാജയം തുറന്നു കാട്ടാനും ഇതേ വകുപ്പുകളിൽ കേന്ദ്ര സർക്കാർ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനുമാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായത്. മുഖ്യമന്ത്രി പിണറായി വിജയനെയും മറ്റു മന്ത്രിമാരെയും നിരന്തരം വേട്ടയാടാനും സർക്കാരിന്റെ പിടിപ്പുകേടുകൾ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുവാനുമാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. നിലവിലെ ഇടതുപക്ഷത്തിൽ നിന്ന് ചില എം.എൽ.എമാരെ ചാക്കിട്ട് പിടിക്കുവാനും ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതേസമയം ഈ കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ട നിർണായക യോഗത്തിൽ നിന്നും വി മുരളീധരൻ വിട്ടുനിന്നുവെന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട്. അതുപോലെ നിലവിൽ കോർ കമ്മിറ്റിയിലെ പ്രാതിനിധ്യം സംബന്ധിച്ചും പാർട്ടിയിൽ എതിരഭിപ്രായമുണ്ട്. ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ചുമതലയുള്ള അനൂപ് ആന്റണിക്കൊപ്പം കോർ കമ്മിറ്റിയിൽ ജനറൽ സെക്രട്ടറി പദവിയിൽ തുടരുന്നതിൽ ശോഭാ സുരേന്ദ്രൻ അടക്കം അതൃപ്തിയുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. പല നേതാക്കളെയും കോർ കമ്മിറ്റിയിൽ നിന്നും മാറ്റി നിർത്തുന്നതായും പരാതിയുണ്ട്. കഴിഞ്ഞ കമ്മിറ്റിയിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകിയിട്ടും മികച്ച പ്രവർത്തനം ശോഭാ സുരേന്ദ്രൻ കാഴ്ചവെച്ചില്ലെന്ന വിമർശനവും മുതിർന്ന നേതാവ് യോഗത്തിൽ ഉന്നയിച്ചതായാണ് ലഭിക്കുന്ന വിവരം. സംസ്ഥാനത്ത് പാർട്ടിയുമായി ബന്ധപ്പെട്ട നിലപാടുകളും കാര്യങ്ങളും പുറത്തു പറയുമ്പോൾ ഒരു ഏകീകൃത രൂപം വേണമെന്നും സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറുമായി ചർച്ച ചെയ്ത് അനൂപ് ആന്റണി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പങ്കുവെക്കുന്ന നിലപാടുകൾ മാത്രമാവും ഇനി സംസ്ഥാന നേതാക്കൾ ആവർത്തിക്കേണ്ടതെന്ന നിർദ്ദേശവും യോഗത്തിൽ നൽകിയിട്ടുണ്ട്. ഇതിനെതിരെയും നേതാക്കൾക്ക് കടുത്ത അമർഷമുണ്ട്. വർഷങ്ങളായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു വിഷയത്തിൽ അഭിപ്രായം രേഖപ്പെടുത്താൻ എന്തിനാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വരുന്ന നിർദ്ദേശങ്ങൾ എന്ന രീതിയിലാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്കിടയിൽ അമർഷം പുകയുന്നത്. സംസ്ഥാന ബി.ജെ.പിക്കുള്ളിലെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ കരുതി വരുത്താനാണ് രാജീവ് ചന്ദ്രശേഖറിനെ പാർട്ടി സംസ്ഥാന അധ്യക്ഷനായി അവതരിപ്പിച്ചതെന്നാണ് മുതിർന്ന നേതാക്കൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ പഴയകാല നേതാക്കളെ പൂർണ്ണമായി അവഗണിച്ച് യുക്തമായ തീരുമാനം രാജീവ് ചന്ദ്രശേഖർ തന്നെ മറ്റുള്ളവരുമായി ആലോചിച്ച് തീരുമാനിക്കണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളതെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. അതേസമയം സംഘടനാ കാര്യങ്ങളിൽ രാജീവിനെ സഹായിക്കണമെന്ന് കെ സുരേന്ദ്രനോടും നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ അധികാരം പിടിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ബി.ജെ.പി. ആരംഭിച്ചിരിക്കുന്നത്. ഇതിന് ദേശീയ നേതൃത്വത്തിന്റെ സമ്പൂർണ്ണ പിന്തുണയുണ്ടെന്ന് അറിയുന്നു. കേരളത്തിൽ നിന്നും വിമത സ്വരങ്ങൾ ഉയർത്തുന്നവരെ അവഗണിക്കുവാനാണ് നിലവിലെ തീരുമാനം.